ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യമേഖലയെ ആകെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണ്, ആത്മഹത്യാപരവുമാണ്. നിർഭാഗ്യവശാൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം നൽകിയിട്ടുള്ള നോട്ടീസ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ, അതും 2022 നടന്നൊരു സംഭവം ഉൾപ്പെടെയുള്ളവയെ മുൻനിർത്തി കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെ മുഴുവൻ ഇകഴ്ത്താനും ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യത്തെ തളർത്താനുമൊക്കെയുള്ള ഒരു ശ്രമമായിട്ടാണ് പരിണമിക്കുന്നത്. സർ, ഈ നോട്ടീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഒരു രോഗിയുടെ വയറ്റിൽ സർജിക്കൽ ഗോസ് കണ്ടെത്തിയെന്ന സംഭവമാണ് ഒന്ന് ഇവിടെ ഉന്നയിക്കുന്നത്. ഇത് 2022 ജൂലൈയിൽ നടന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് വകുപ്പ് തലത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 1870ഓളം സർക്കാർ ആശുപത്രികളാണ് ആകെ ഉള്ളത്. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ 1870 സർക്കാർ ആശുപത്രികൾ. ഈ 1870 സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുമുള്ള മരുന്ന് ദൗർലഭ്യം ഇന്ന് നേരിടുന്നില്ല. വളരെ അടിസ്ഥാനരഹിതമായിട്ടൊരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. KMCL വഴി 853 അവശ്യ മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. ഒന്നിനും ക്ഷാമം ഇപ്പോൾ നിലവിലില്ല. ഈ സാമ്പത്തിക വർഷത്തിൽ 604 കോടി രൂപയാണ് മരുന്ന് വാങ്ങുന്നതിനായി വിനിയോഗിച്ചിട്ടുള്ളത്. സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് വിഹിതമായിട്ട് അനുവദിച്ചത് 354 കോടിയാണ്. പക്ഷെ 604 കോടി രൂപ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്.